വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഗ്രാനൈറ്റ് എൻഗ്രേവിംഗ് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം എന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്റ്റിക്കർ കട്ടിങ്ങിൻ്റെ വർക്ക് ചെയ്യുന്ന ഒരു കടയിലാണ്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അത് കമ്പ്യൂട്ടറിലുള്ള ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുകയാണ്. പേരിൻ്റെ ഒപ്പം യൂട്യൂബിൻ്റെ ലോഗോവും ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് സ്റ്റിക്കർ കട്ടിംഗ് ചെയ്യാൻ പോവുകയാണ്. ഈ കാണുന്നതാണ് സ്റ്റിക്കർ കട്ടിംഗ് മെഷീൻ. ഇപ്പോൾ സ്റ്റിക്കർ കട്ടിംഗ് സ്റ്റാർട്ടായി. ഇപ്പോൾ കട്ടിംഗ് ഫിനിഷായി. ഇനി ഞാൻ എൻ്റെ വർക്ക് ആരംഭിക്കുകയാണ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ബാലൻസ് വന്ന ഒരു ഗ്രാനൈറ്റിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഹൈഡ്രോഫ്ലോറിക് ആസിഡ്. ഇതാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ഈ കാണുന്ന വൈപ്പറിൻ്റെയും ബ്രഷിൻ്റെയും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിൻ്റെയും ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ഷാംപൂ മിക്സ് ചെയ്ത വെള്ളം വേണം. ഗ്രാനൈറ്റിൻ്റെ പീസിലുള്ള അഴുക്കും ഓയിലും കളയാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓയിൽ മീൻസ് ഏത് എണ്ണമയം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ കാണുന്ന സ്റ്റിക്കർ ഗ്രാനൈറ്റിൻ്റെ സ്മൂത്ത് സർഫസിൽ ഒട്ടിക്കണം. ഇപ്പോൾ ഞാൻ ഗ്രാനൈറ്റ് സ്പ്രേ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട് വൈപ്പ് ചെയ്ത് കളയുകയാണ്. ഇനി സ്റ്റിക്കർ പൊളിച്ചെടുത്തിട്ട് ഗ്രാനൈറ്റിലേക്ക് ഒട്ടിക്കാം. സ്റ്റിക്കറിലേക്ക് വെള്ളം സ്പ്രേ ചെയ്യുന്നത് സ്റ്റിക്കർ വേറെ ഒരിടത്തും ഒട്ടിപ്പോവാതിരിക്കാനാണ്. സ്റ്റിക്കർ ഗ്രാനൈറ്റിലേക്ക് ഒട്ടിക്കുന്നതിന് മുമ്പ് സ്റ്റിക്കറിൻ്റെ പശയുള്ള ഭാഗത്തും ഗ്രാനൈറ്റിലും ഷാംപൂ മിക്സ് ചെയ്ത വെള്ളം സ്പ്രേ ചെയ്യണം. വെള്ളം സ്പ്രേ ചെയ്യുന്നത് സ്റ്റിക്കർ ഗ്രാനൈറ്റിൽ കറക്റ്റ് പൊസിഷനിൽ ഒട്ടിക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിനുള്ളിലുള്ള എയർ ബബിൾസും വെള്ളവും റിമൂവ് ചെയ്യാൻ വേണ്ടി ഞാനൊരു റബ്ബർ വൈപ്പർ ഉപയോഗിച്ച് വൈപ്പ് ചെയ്യുകയാണ്. സ്റ്റിക്കർ പൊളിച്ചെടുത്തപ്പോൾ പോരാതിരുന്ന ചില ലെറ്ററുകളുണ്ട്. അത് ഞാൻ എടുത്ത് കറക്റ്റ് പൊസിഷനിൽ ഒട്ടിക്കുകയാണ്. ഇപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ഒന്ന് ഹീറ്റാക്കുകയാണ്. ഇത് തൽക്കാലം മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഇന്നർ ലെറ്റർ മറ്റൊരു ഗ്രാനൈറ്റിൻ്റെ പീസിൽ ഒട്ടിക്കാൻ പോവുകയാണ്. ഈ ഗ്രാനൈറ്റിൻ്റെ പീസിൽ വെള്ളം സ്പ്രേ ചെയ്യുന്നത് അഴുക്ക് കളയാൻ വേണ്ടി മാത്രമാണ്. അതിനുശേഷം ഒരു ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ഡ്രൈ ചെയ്യണം. കാരണം ഇത് മറ്റൊരു രീതിയിലാണ് ചെയ്യുന്നത്. അതിന് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. സ്റ്റിക്കർ ഗ്രാനൈറ്റിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഒട്ടിക്കാനായി അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഞാൻ മാർക്ക് ചെയ്യുകയാണ്. യൂട്യൂബിൻ്റെ ലോഗോ ഞാൻ ഒട്ടിക്കുന്നില്ല.
ഇപ്പോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗ്രാനൈറ്റിൻ്റെ സെൻറ്ററിൽ സ്റ്റിക്കർ ഒട്ടിക്കാം. എല്ലാ ലെറ്റേഴ്സും ഒരുമിച്ച് പൊളിച്ചെടുക്കാനായി ഞാൻ വേറെ ഒരു സ്റ്റിക്കറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒട്ടിച്ചിട്ട് വലിച്ചെടുക്കുമ്പോൾ എല്ലാ ലെറ്റേഴ്സും ഒരുമിച്ച് കിട്ടുന്നതാണ്. ഇനി അത് ഗ്രാനൈറ്റിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഒട്ടിക്കണം. ഒട്ടിച്ചതിന് ശേഷം ഒരു റബ്ബർ വൈപ്പർ ഉപയോഗിച്ച് വൈപ്പ് ചെയ്യണം. അപ്പോൾ അതിനകത്തുള്ള എയർ പോകും. ഇനി ആ പുറത്തൊട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കറിൻ്റെ പീസ് പതിയെ പറിച്ച് കളയണം. ഇനി ഇതിന് ബോർഡറായിട്ട് സ്റ്റിക്കർ ഒട്ടിക്കണം. അതിനായിട്ട് നേരത്തെ എടുത്ത ഗ്രാനൈറ്റിൻ്റെ പീസിൽ ഒട്ടിച്ച സ്റ്റിക്കറിൻ്റെ എക്സസ് ആണ് കട്ട് ചെയ്ത് ബോർഡറായിട്ട് ഉപയോഗിക്കുന്നത്. സ്റ്റിക്കർ ഒട്ടിക്കുന്ന വർക്കെല്ലാം ഫിനിഷായി. ഇനിയാണ് ഇതിൻ്റെ മെയിൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിലേക്ക് ഒഴിക്കുന്നത് ഹൈഡ്രോഫ്ലൂറിക് ആസിഡാണ്. ഇത് ഒരു ബ്രഷ് ഉപയോഗിച്ച് സ്റ്റിക്കർ ഒട്ടിക്കാത്ത സ്പേസിൽ സ്പ്രെഡ് ചെയ്യണം. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ആസിഡ് വളരെ പവർഫുള്ളാണ്. ആ ആസിഡ് ഗ്രാനൈറ്റിൽ ഒഴിക്കുമ്പോൾ അത് ദ്രവിച്ചു പോകും. ഈ ആസിഡ് കയ്യിലോ മറ്റെവിടെയെങ്കിലും വീണാൽ ഉടനെ തന്നെ വെള്ളം ഉപയോഗിച്ച് കഴുകണം. ഇനി ഗ്രാനൈറ്റ് ദ്രവിക്കാനായി ഒരു 3 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞു. ഞാനൊരാണി വെച്ച് ഉരച്ച് നോക്കിയപ്പോൾ അത് ആവശ്യത്തിന് ദ്രവിച്ചിരിക്കുന്നുണ്ട്. വെള്ളം ഉപയോഗിച്ച് ആസിഡ് കഴുകി കളയുകയാണ്. ഇനി ഇത് ഡ്രൈ ആക്കുകയാണ്. ഇനി സ്റ്റിക്കറിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് പൊളിച്ച് മാറ്റുകയാണ്. പെയിൻ്റ് അടിച്ചിട്ടാണ് ഈ ഗ്രാനൈറ്റിൻ്റെ പീസിൽ നിന്ന് സ്റ്റിക്കർ പൊളിച്ച് മാറ്റുന്നത്. ഫസ്റ്റ് കോട്ട് അടിച്ചു കഴിഞ്ഞു. ഇനി ഡ്രൈ ആക്കിയതിന് ശേഷം സെക്കൻഡ് കോട്ട് അടിക്കുകയാണ്. ഇനി സ്റ്റിക്കർ എടുത്തു മാറ്റാം. ആ സമയം കൊണ്ട് സ്റ്റിക്കറിനെ കുറിച്ചുള്ള അറിവ് ഞാൻ പകർന്നു തരാം. വർഷം 1935 അമേരിക്കയിലെ കാലിഫോർണിയയിലുള്ള ആർ സ്റ്റാൻറ്റൺ ആവറി എന്ന പേരുള്ള വ്യക്തിയാണ് സ്റ്റിക്കർ ആദ്യമായി ഇൻവെൻറ്റ് ചെയ്തത്. പണ്ട് കാലത്ത് ഈജിപ്തിലെ ആളുകൾ പല ഇൻഫർമേഷനും അറിയിക്കാനായി പേപ്പറിൻ്റെ പുറകിൽ പശ തേച്ച് പലയിടങ്ങളിലും ഒട്ടിക്കാറുണ്ട്. പപ്പൈറസ് എന്ന പേരുള്ള പേപ്പറാണ് പണ്ട് കാലത്ത് ഈജിപ്തിയൻസ് പേപ്പറായി ഉപയോഗിച്ചിരുന്നത്.
ഇതാണ് സ്റ്റിക്കറിനെ കുറിച്ച് എനിക്കറിയാവുന്ന അറിവ്. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇതേപോലത്തെ പുതിയ ഐഡിയാസ് നിങ്ങൾക്കുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.